ഇൻകുലാബ് സിന്ദാബാദ്, തൊഴിലാളി സമരം സിന്ദാബാദ്, തൊഴിലാളികളുടെ ചോര കുടിച്ച് മരിച്ചു നിവർക്കും മുതലാളി, കാലം മാറി കോലം മാറി, തൊഴിലാളി ഇന്ന് ഒറ്റയ്ക്കല്ല. ഇൻകുലാബ് സിന്ദാബാദ്, മരണം വരെയും സമരം ചെയ്യും, അവകാശങ്ങൾ നേടിയെടുക്കും. തല്ലാൻ വന്നാൽ കൊല്ലാൻ വന്നാൽ കയ്യും കെട്ടി ഇരിക്കൂല. 1500 രൂപ കലക്ഷൻ കിട്ടുന്ന റൂട്ടാണ്. ഞാൻ എത്ര പ്രാവശ്യം ഇവിടെ ഒന്ന് കെഞ്ചി. അല്ല, ഞാൻ അറിയാൻ ചോദിക്കാം, ഈ സ്വത്ത് എന്തിനു വേണ്ടി ലഭിച്ചത്? ഇവിടെ കല്യാണം കഴിക്കണം, അതിന് ചാവടിന്തൽ നടത്താണ്. ഇങ്ങനെ കാട്ടിന് വലിയ കാര്യമൊന്നുമില്ല. കുടുംബസ്നേഹം ഇല്ലാത്തവരെ പറ്റി വെറുതെ സംസാരിക്കുന്ന എന്തിനാ ചന്ദ്രേട്ടാ? മുത്തശ്ശിയാണോ ഇവിടുത്തെ ഗൃഹസ്ഥ, അതോ വേറെ വല്ലവരും? മുത്തശ്ശിയുടെ ഒരു വാക്ക് അവൻ ചോദിച്ചോ ഈ സ്വത്ത് വിൽക്കുന്ന സമയത്ത്? ആ സ്വത്ത് പണം വെച്ച് എനിക്ക് കുറച്ച് കാശ് തന്നിരുന്നെങ്കിൽ അവന്റെ പെങ്ങളും കുഞ്ഞുങ്ങളും രക്ഷപ്പെട്ടു പോയിന്. അറിയോ? എന്നോട് ആരും ഒന്നും ചോദിക്കാറില്ല ചന്ദ്ര. ചോദിക്കുക മാത്രമല്ല, പറയും ചെയ്യില്ല. മുത്തശ്ശിക്ക് അറിയോ, അവന്റെ ഫാക്ടറിയിലെ സ്ട്രൈക്ക് നടത്തുക, അടുത്ത് എന്നോട് ജോലിയും പോവും. ആ മുത്തശ്ശി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് രാമ 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 ജപിച്ചോണ്ടിരുന്നാ മതി. എന്താ എന്താ ഇവിടെ? എടോ ബാല, നിന്റെ ചേച്ചിയുടെ ഭർത്താവാണെന്ന് പറയുന്നതിനാണല്ലോ ഞാൻ ചെറിയൊരു കാര്യം ചോദിച്ചോട്ടെ. നീ നിന്റെ ചേച്ചിക്ക് എത്ര പവന്റെ ആഭരണം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? എടോ, നീ ഒരു സാരി അവർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ? ഉണ്ടോ? എന്റെ ചേച്ചിയുടെ ഭർത്താവ് എന്ന് പറയുന്ന ആളാണല്ലോ നിങ്ങൾ. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചന്ദ്രേട്ടാ, നിങ്ങൾ അവനോട് സംസാരിക്കണ്ട. അല്ല, സംസാരിക്കട്ടെ. ഭാര്യയും കുട്ടികളെയും പോറ്റാൻ കഴിവില്ലാത്തവൻ കല്യാണം കഴിക്കാൻ പോകരുത്. മുത്തശ്ശിയോട് ചുമ്മാരിക്കണം. നിങ്ങൾ എന്നോട് ചോദിച്ചല്ലോ സ്വർണവും സാരിയും. നിങ്ങൾ എത്ര പവന്റെ സ്വർണവും സാരിയും ചേച്ചിക്ക് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്? അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. തറവാട്ടിലൊരു മുതല് കൈമാറ്റം ചെയ്യുമ്പോ അതിന്റെ അവകാശങ്ങൾ അറിയണ്ടേ? ഏത് മുതല്? ആര് കൈമാറ്റം ചെയ്തു എന്നാ പറയുന്നത്? അതെയോ, പൊട്ടം കളിക്കരുത് കേട്ടോ. നീ 8 സെന്റ് വെച്ചില്ലേ നിന്റെ ഇഷ്ടത്തിന്? ഓഹോ, അതാണോ കാര്യം? ആ, അത് തന്നെ. ഞാൻ കടം വാങ്ങിച്ചു അധ്വാനിച്ചു ഉണ്ടാക്കിയ സ്ഥലം വിൽക്കാൻ എനിക്ക് ആരോടും ചോദിക്കണ്ട. മനുഷ്യനുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയ ഗുണം എന്താണെന്നറിയോ? അന്തസ്. അത് നിങ്ങൾക്കില്ല. ആണെങ്കാ ഉള്ളത്. പിള്ളേരെ പുസ്തകങ്ങളൊക്കെ എടുത്തോണം. പോവാ. അമ്മ, നമ്മൾ എങ്ങോട്ടാ പോണേ? നമ്മൾ നമ്മുടെ വീട്ടിലേക്ക്. അപ്പൊ ഇത് നമ്മുടെ വീടല്ലേ? അയ്യേ, ഇത് നമ്മുടെ വീട്ടിൽ ഒരൊറ്റ വീക്കം കയറും. പറയുന്ന അനുസരിച്ചാ മതി. ബാഗൊക്കെ എടുത്തോട്ടെ. നീ ഇങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ടോ? ഒന്ന് ക്ഷമിച്ചൂടെ എന്റെ ചന്ദ്ര? ഇനി വയ്യ മുത്തശ്ശി. ഒരു അടിയിലോട് പറഞ്ഞ വർത്തമാനാവാ എന്നോട് പറഞ്ഞത്. ഒന്നിന് 4 പെങ്ങൾക്ക് ചോറ് കൊടുക്കണ്ടവന്നല്ലേ അല്ലേ? മാത്രം എന്റെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞിരിക്കാൻ എന്റെ മോനെ. ചേച്ചി, ഈ കുട്ടികളെങ്കിലും ഇവിടെ നിൽക്കട്ടെ ചേച്ചി. അവരുടെ പഠിത്തം. ഓ, അവരത്രയൊക്കെ പഠിച്ചാ മതി ബാല. കഴിവില്ലാത്തവരല്ലേ. നടക്ക് പിള്ളേരെ. ചന്ദ്രേട്ട, പെട്ടെന്നുള്ള ദേഷ്യത്തിന് ഞാൻ എന്തെങ്കിലും പറഞ്ഞിട്ടില്ല ബാല. ചന്ദ്രേട്ടൻ ഏതായാലും അന്തസ്സില്ലാത്തവനല്ലേ. പക്ഷെ ഒരു സ്ത്രീക്ക് ഏറ്റവും വലുത് അവളുടെ ഭർത്താവും കുട്ടികളുമാ. ചേച്ചിയുടെ ഈ ഭർത്താവ് ഇത്രയും കാലം എവിടെയായിരുന്നു? 8 സെന്റ് പോയെന്നറിഞ്ഞപ്പോ ഇനി ഇവിടെ വന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലായി അല്ലേ? വെറുതെ അല്ലേ അവിടെ നിന്ന് തിരിഞ്ഞു നോക്കത്തെ? മൂക്ക് പല്ലു പൊളിക്കുന്നവരെ നീയൊക്കെ അവിടെ തന്നെ ഇരിക്കും. സ്വഭാവമല്ലേ? എന്താ നോക്കിക്കണ്? അറിയണം കൂടി. ഇനിങ്ങൾ കേട്ടിട്ട് ഒറ്റടി കൂടെ ഓടിയോ? ഇവിടെ ഓടി കൂടെ കൂടുപോ. ഇറങ്ങണേ. ബാലേട്ടനോട് അച്ഛന്റെ സ്നേഹപ്രകടനമൊക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അനിത എന്തായി പറയുന്നത്? അല്ലെങ്കിൽ തന്നെ എന്നെ കൊണ്ട് എന്ത് ചെയ്യാനാ പറ്റാ? ഓരോ മാസവും സ്വന്തം ചെലവ് തന്നെ ഒപ്പിച്ചുള്ള പാട് എനിക്കറിയാം. അത് തന്നെയാണ് എനിക്കും മനസ്സിലാവാത്തത്. അച്ഛൻ എറണാകുളത്ത് പോയിട്ട് 4 ദിവസമായി. ഹൈക്കോർട്ടിൽ അപ്പീൽ കൊടുത്തിരിക്കുകയാണത്രേ. ഈ മാസം ശമ്പളം കിട്ടിയപ്പോ എന്നോട് 1 രൂപ പോലും ചോദിച്ചില്ല. ഏതെങ്കിലും പരിചയക്കാരോ പഴയ സുഹൃത്തുക്കളോ മറ്റോ സഹായിച്ചിരിക്കും.
ബാലേട്ടൻ എന്നോട് നുണ പറഞ്ഞതാണെന്ന് പിന്നീട് എപ്പോഴെങ്കിലും മനസ്സിലായാൽ എനിക്ക് വളരെ വിഷമമുണ്ടാവും. അയ്യേ, അതിന് ഞാൻ നുണ പറഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ. വരും, നമുക്ക് ഒരു കാപ്പ് കുടിക്കാം. എനിക്ക് വേണ്ട. ബാലേട്ടൻ അച്ഛൻ എത്ര രൂപ കൊടുത്തു? എന്താ ഇത്? ബാലേട്ടന്റെ 8 സെന്റ് സ്ഥലത്ത് വേറെ ആള് പണിയെടുപ്പിക്കുന്നത് ഞാൻ കണ്ടു. ഞാൻ കാരണമാണ് ബാലേട്ടൻ എന്റെ അച്ഛനെ പരിചയപ്പെടേണ്ടി വന്നത്. എന്തൊക്കെ പ്ലാനുകളായിരുന്നു. ഇനിയിപ്പോ 2 നിലയുള്ള വീട് എവിടെയാ കെട്ടാൻ പോകുന്നത്? അതൊക്കെ ഞാൻ കെട്ടും. സമരം തീർന്നോ? ഇന്നലെ തീർന്നല്ലോ. കർണേട്ടാ, ഗുഡ് മോർണിംഗ്. യൂണിയനുമായി ഉണ്ടാക്കിയ ധാരണയനുസരിച്ച് ചില മാറ്റങ്ങൾ ഉണ്ടായി. ബാലിന് വേണ്ടി ഞാൻ വളരെയധികം വാദിച്ചു നോക്കി. ഒടുവിൽ എന്റെ ജോലി പോകുന്ന ഘട്ടം വന്നു. എനിക്കുമുണ്ടല്ലോ ബാല ഒരു കുടുംബം. സർ, സർ, എന്റെ സീറ്റിൽ വേറെ ആൾ കയറിയിരിക്കും സർ. ഞാനല്ല, യൂണിയൻകാർ ഇരുത്തിയതാ. അപ്പോ ഞാനിനി എവിടെ ഇരിക്കും? അവര് പറഞ്ഞ് എവിടെ ഇരിക്കാം. ദാ വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. സാറിന് അറിയില്ല സാർ, ഞാൻ യൂണിയൻ മെമ്പർ അല്ല. അതാ കുഴപ്പമായത്. യൂണിയനെ ചേർന്നില്ലെങ്കിൽ എനിക്ക് എല്ലാവിധ സുരക്ഷിതത്വം തരാമെന്ന് സാറല്ലേ എന്നോട് പറഞ്ഞത്? അത് അന്തക്കാലം, ഇത് ഇന്തക്കാലം. മിസ് ബാലഗോപാലൻ, എന്റെ മുമ്പിൽ 2 പ്രശ്നങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്നുകിൽ കമ്പനി അടച്ചു പൂട്ടുക, അല്ലെങ്കിൽ യൂണിയനുകാർ പറയുന്നത് അനുസരിക്കുക. ഞാൻ 2ാമത്തെ മാർഗം നോക്കി, നിലനിൽപ്പിന് വേണ്ടി. ഇപ്പോ നിങ്ങളുടെ സീറ്റിലിരിക്കുന്നവൻ യൂണിയൻ ഓഫീസിൽ ചായ കൊണ്ടു കൊടുത്തിരുന്നവനാണ്. അപ്പൊ ഞാൻ ഇനി എന്ത് ചെയ്യും സാർ? ഇഷ്ടമുള്ളതുപോലെ എന്തും ചെയ്യാം. പണ്ട് ഞാൻ വിചാരിച്ചിരുന്നത് മുകളിൽ ദൈവമുണ്ടെന്നാണ്. ഇപ്പോ എനിക്ക് മുകളിലുള്ളത് യൂണിയൻ നേതാക്കളാണ്. യൂണിയൻ അംഗമല്ലേലും ഞാനൊരു തൊഴിലാളിയാണെന്ന് കരുതാതെ ഓർക്കണം. വർഗബോധമാണ് തൊഴിലാളിയെ തൊഴിലാളിയാക്കുന്നതെന്നും ബാലും മനസ്സിലാക്കണം. യൂണിയൻ ഉണ്ടാക്കുന്നത് തൊഴിലാളികളുടെ സംരക്ഷണത്തിനാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? എല്ലാ തൊഴിലാളികളും ഈ സംരക്ഷണത്തിനല്ല, യൂണിയൻ മെമ്പർമാരുടെ സംരക്ഷണത്തിന് എന്ന് തിരുത്തണം. അപ്പോ ഞാൻ എന്ത് ചെയ്യണം? മിസ്റ്റർ ബാലൻ, യൂണിയനിൽ മെമ്പർഷിപ്പ് എടുക്കുന്നവർക്കും കൃത്യമായി വരിസംഖ്യ അടയ്ക്കുന്നവർക്കും മാത്രമേ അവകാശങ്ങളെ പറ്റി സംസാരിക്കാൻ അർഹതയുള്ളൂ. താൻ തത്വശാസ്ത്രമൊന്നും പഠിപ്പിക്കണ്ട. എന്നെ തോൽപ്പിച്ചു എന്ന് വിചാരിക്കാൻ വേണ്ട. മുതലാളിമാരുടെ ചൂഷണത്തെ എതിർക്കാൻ വേണ്ടിയാണ് തൊഴിലാളികൾ സംഘടിച്ചു തുടങ്ങിയത്. ഇപ്പോൾ നിങ്ങൾ നേതാക്കളാണ് ചൂഷകർ. അടുത്തിരിക്കുന്നവന്റെ കഴുത്തറക്കുന്ന നികൃഷ്ട ജന്തുക്കൾ. നിങ്ങളുടെയൊക്കെ ഔദാര്യം കൊണ്ട് കിട്ടുന്ന ഈ ജോലി എന്റെ പട്ടിക്കൂടെ വേണ്ട. സരസ്വതി, സരസ്വതി, എന്തിനാ ഇങ്ങനെയാണ് ഒച്ച വയ്ക്കുന്നത്? നിനക്കൊക്കെ എന്നെ പുച്ഛമായിരുന്നല്ലോ. എവിടെ നിന്റെ മകള്? എപ്പോഴും എന്നെ പരിഹാസമായിരുന്നല്ലോ അവക്ക്. അവളോട് ചെന്ന് പറ കൃഷ്ണൻകുട്ടി നായർ ജയിച്ചെന്ന്. ലോറികൾ വിറ്റും വീട് പണയം വെച്ചും എരപ്പാളിയായി നിങ്ങൾ വിചാരിച്ചിരുന്ന കൃഷ്ണൻകുട്ടി നായർ ഒടുവിൽ ജയിച്ചടി. നേരാണോ നിങ്ങൾ ഈ പറയുന്നത്? പകൽ വെളിച്ചം പോലെ പരമാർത്ഥം. ക്രൂരമായ വഞ്ചന നടത്തിയതിന് ഇരുമ്പഴിക്കകത്താകുമെന്ന് ഉറപ്പായപ്പോൾ ശിവരാമൻ കോംപ്രമൈസിന് വന്നു. രക്ഷപ്പെടാനുള്ള എല്ലാ പഴുതുകളും അടച്ചത് ഞാനാണ്. കിട്ടാനുള്ള മുഴുവൻ തുകയ്ക്കും കൈയോടെ ചെക്ക് എഴുതി വാങ്ങിച്ചു. യെസ്, എനിക്ക് നിങ്ങൾ തന്നത് ഒരു പുനർജന്മമാണ് വക്കീലെ. വക്കീലല്ല, രാമകൃഷ്ണൻ. ഒരു കാര്യത്തിൽ ഞാനിത് മറക്കില്ല. അതിന് നമ്മൾ അകലുന്നില്ലല്ലോ. കൂടുതൽ കൂടുതൽ അടുക്കാൻ പോവുകയല്ലേ. 1-2 ദിവസം കഴിഞ്ഞേ വക്കീല് അല്ല രാമകൃഷ്ണൻ ഇവിടുന്ന് പോവാവും. ഓക്കെ ഓക്കെ. വരൂ അകത്തേക്ക്, നമുക്ക് വിശ്രമിക്കാം. അപ്പൊ എന്നാ ബാംഗ്ലൂരില് റിപ്പോർട്ട് ചെയ്യണ്ടേ? കുറച്ചു ദിവസം ലീവ് എടുത്താലൊന്ന് ആലോചിക്കുക. വിചാരിച്ചിരിക്കാത്ത നേരത്താണ് ട്രാൻസ്ഫർ ഓർഡർ കയ്യിൽ കിട്ടിയത്. ബാങ്ക് തരുന്ന ശമ്പളം കൊണ്ട് ബാംഗ്ലൂർ പോലുള്ള സിറ്റിയിൽ എങ്ങനെ ജീവിക്കുമെന്ന് എനിക്കറിയില്ല. ചുരുക്കി പറഞ്ഞ ഞാൻ തികച്ചു ഒറ്റയ്ക്കായി. ഞാനും പോയാലോ എന്ന് ആലോചിക്കുക. നാട്ടിലുള്ള സ്ഥലത്ത് വല്ല കപ്പയോ ചെയ്യുമ്പോ കൃഷി ചെയ്യുന്നത് നല്ലെന്ന് ഇപ്പൊ തോന്നുന്നു. അതൊന്നും വേണ്ട, നിനക്ക് നല്ലൊരു ജോലി കിട്ടും. നീ ധൈര്യമായിട്ടിരിക്കും.
എനിക്ക് മടുത്തു നാരായണൻകുട്ടി. പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളും ഇല്ലാത്ത ഒരാളെ കൊണ്ട് ദേവിയെ കെട്ടിക്കാമെന്ന് നീയും ഞാനും വിചാരിച്ചു. നീ തെറ്റിദ്ധരിക്കയില്ലെങ്കിൽ ഒന്ന് ചോദിച്ചോട്ടെ. ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറയാം. നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കണക്കിലെടുക്കരുത്. എന്താണ്? നിനക്കിഷ്ടമാണെങ്കിൽ ദേവിയെ ഞാൻ കല്യാണം കഴിക്കാം. എന്റെ എല്ലാ ബുദ്ധിമുട്ടുകളും നിനക്കറിയാം. ആലോചിച്ച് തീരുമാനിക്കാം. പിന്നെ ദേവി എനിക്കിഷ്ടമാണ്. ദേവിക്ക് എന്നോട് വെറുപ്പുണ്ടാവില്ലെന്നാണ് എന്റെ വിശ്വാസം. ശരിക്കും ആലോചിച്ചിട്ടാണോ നീ ചോദിക്കുന്നത്? അതെ. എടാ, നിനക്കറിയാം, എന്റെ പെങ്ങൾക്ക് ഒരു സ്വർണ്ണമാല ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല. അതിന് സാധിച്ചിട്ടില്ല. ഒരു നല്ല സാരി പോലും. സ്വർണ്ണമാലയും സാരി ഒന്നും എനിക്ക് വേണ്ട. ഇത്ര വലിയൊരു ത്യാഗം നീ ചെയ്യണമെന്നായിരുന്നു കുട്ടി. വെറുതെ വെട്ടിച്ചം പറയരുത്. എടാ, ഞാൻ കല്യാണം കഴിക്കുന്നത് എനിക്ക് ഇഷ്ടം ഉണ്ടായിട്ടാ. അതിൽ വലിയ ത്യാഗവും മണ്ണാങ്കട്ടയൊന്നും ഇല്ല. ഇനി വൈകുന്നതിൽ അർത്ഥമില്ല. കുടുംബജീവിതത്തിന്റെ ത്രില്ല് എനിക്കൊന്നും അറിയണം. നിനക്ക് ഇഷ്ടമാണോ അല്ലയോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഇതിലും വലിയൊരു ഭാഗ്യം എന്റെ പെങ്ങൾക്ക് എങ്ങനെ കിട്ടാനാ?